ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻകം ടാക്സ് റിട്ടേൺ സെക്ഷൻ 139 കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ആരൊക്കെയാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്, അവിടെ ഓരോ സ്പെഷ്യൽ കാറ്റഗറിയും കാര്യങ്ങളും എല്ലാം പറഞ്ഞായിരുന്നു. അതിനകത്ത് ആ 7th പ്രൊവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പുതിയത് കയറി വന്നതാണ്. സോ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ആരൊക്കെയാണ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായാൽ ഈ വീഡിയോക്കകത്ത് നമ്മൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ഉണ്ട്, ഓഫ്ലൈൻ ഉണ്ട്, പേപ്പർ മോഡ് ഉണ്ട്, ഇലക്ട്രോണിക് മോഡ് ഉണ്ട്, അങ്ങനെ കുറേ മോഡുണ്ട്. സോ ഓരോ അസസീസും ഏതൊക്കെ ഫോർമാറ്റിനകത്താണ് ഈ പറയുന്ന റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത്, നമ്പർ 1. ആൻഡ് നമ്പർ 2, ദ ടൈം ലിമിറ്റ്. ഓക്കെ, ഈ റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് എപ്പോ അല്ലെങ്കിൽ ഏതാണ് അതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ്, മനസ്സിലായി. ആൻഡ് ദ തേർഡ് വൺ, അങ്ങനെ ആ കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാവുന്ന ഫീസ് എത്രയാണ്. ഓക്കെ, സോ 3 കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോ നല്ലപോലെ മനസ്സിലാക്കണം, എന്നാലേ നമുക്ക് ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഏതൊക്കെ അസസീസ് ആണെന്ന് മനസ്സിലായാലേ അവർ ഏത് ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, അങ്ങനെ ആ കട്ട് ഓഫ് ഡേറ്റിനുള്ളിൽ അവർ ചെയ്തില്ലെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഫീസ് എത്രയാണ്. ഓക്കെ, സോ ആ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. ദ ഫസ്റ്റ് വൺ, ഓക്കെ, മോഡ് ഓഫ് ഫർണിഷിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ. ദാറ്റ് മീൻസ് നാല് കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്. എങ്ങനെയൊക്കെയായിരുന്നു? ഒന്ന്, പേപ്പർ റിട്ടേൺ. And the second one, electronic return with the digital signature. And the third one, transmitting the data in the return electronically and thereafter submitting the verification form submit here. And the fourth one, transmitting the data electronically in the return under electronic verification code. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അസസി അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞ അസസീസിൽ ഈ പറയുന്ന 4 മെത്തേഡ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ സബ്മിറ്റ് ചെയ്യാം. ഇനി അതിൽ ഓരോരുത്തർ ഏതൊക്കെ മെത്തേഡാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നോക്കി, ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്, കമ്പനി ആണെങ്കിലോ പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിലോ ഫേം ഓർ LLP ഓർ ഇൻഡിവിജ്വൽ ഓർ HUF അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സെക്ഷൻ 44AB പ്രകാരം ഓഡിറ്റിംഗ് ചെയ്യേണ്ടി വരികയാണെങ്കിലോ അവർ നിർബന്ധമായിട്ടും ഏത് ഫോർമാറ്റിൽ തന്നെ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, ഇലക്ട്രോണിക്കലി വിത്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ. മനസ്സിലായി? ആരൊക്കെയായിരുന്നു? ഒന്ന്, കമ്പനി, and the second one, political party, and the third one, firm, LLP or individual or HUF. അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് സെക്ഷൻ 44AB പ്രകാരം ഓഡിറ്റിങ്ങിന് വിധേയമാക്കണമെങ്കിൽ ആ പറയുന്ന അസസീസ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇലക്ട്രോണിക്കലി ആയിരിക്കണം വിത്ത് ഡിജിറ്റൽ സൈൻ. ആൻഡ് ദ സെക്കൻഡ് വൺ, നോക്കി, റെസിഡന്റ് ഇൻഡിവിജ്വൽ അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡന്റ്, ദാറ്റ് മീൻസ് ഓർഡിനറി റെസിഡന്റ്, ഓർ എ റെസിഡന്റ് HUF അതർ ദാൻ നോട്ട് ഓർഡിനറി റെസിഡന്റ്. അതായത് റെസിഡന്റ് ഇൻഡിവിജ്വൽ, ഓർഡിനറി ആയിട്ടുള്ള റെസിഡന്റ് ഇൻഡിവിജ്വലോ ഓർഡിനറി ആയിട്ടുള്ള റെസിഡന്റ് HUF ആണെങ്കിൽ, ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് 2 സ്പെഷ്യൽ കേസ് പറഞ്ഞായിരുന്നു. എങ്ങനെയാന്ന് നോക്കി, if he or it has assets including financial interest in an entity located outside India or signing authority in any account located outside India. അതായത് ഇന്ത്യക്ക് പുറത്തൊരു അസറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ അക്കൗണ്ടിന്റെ സൈനിങ് അതോറിറ്റി ഉണ്ടാവുകയാണെങ്കിലോ ആരാണെന്ന് ശ്രദ്ധിക്കണം, ഓർഡിനറി ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഓർഡിനറി റെസിഡന്റ് HUF ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രൊവിഷൻ കയറി വരികയാണെങ്കിൽ അവർ എന്ത് ചെയ്യണം, ഇലക്ട്രോണിക്കലി വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സൈൻ. അവർ ഇലക്ട്രോണിക്കലി തന്നെയാണ് ചെയ്യേണ്ടത്, വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സൈൻ. അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന സാധനം മാൻഡേറ്ററി അല്ല. ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും ഇതേ പ്രൊവിഷൻസ് എന്ന് പറയുന്നുണ്ട്. ഓർ എനി അതർ പേഴ്സൺ ക്ലെയിമിംഗ് എനി റിലീഫ് അണ്ടർ സെക്ഷൻ 90, 90A, 91. നമുക്ക് ഏതെന്ന് പറയാം, ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെന്റ് പ്രകാരം കിട്ടുന്ന എക്സെപ്ഷൻസ് അല്ലേ. നമ്മൾ പറഞ്ഞ 90, 90A, 91 എന്തായിരുന്നു? ഒരേ ഇൻകത്തിന് രണ്ട് കൺട്രിയിൽ എന്ത് കൊടുക്കേണ്ടി വന്നാൽ, ടാക്സ് കൊടുക്കേണ്ടി വന്നാൽ അവിടെ നമുക്ക് എന്ത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഈ പറഞ്ഞ പോലെ എക്സംഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ക്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ ആ എക്സംഷൻസ് ക്ലെയിം ചെയ്യുന്ന അസസീസ് ആണെങ്കിലും ഇതേപോലെ തന്നെ ഇലക്ട്രോണിക്കലി വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സൈൻ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, കമ്പനിയോ HUF ആ കാറ്റഗറി നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അവിടെ ഇലക്ട്രോണിക്കലി ആയിരിക്കണം, ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിരിക്കണം. രണ്ടാമത് പറഞ്ഞ പ്രൊവിഷൻസിനകത്ത് ഓക്കെ ഏതൊക്കെയായിരുന്നു, ഓർഡിനറി ഇൻഡിവിജ്വൽ ഓർ ഓർഡിനറി HUF അവർക്ക് ഈ പറയുന്നത് പോലെ ഫോറിനുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. ആൻഡ് സെക്കൻഡ് വൺ, 90, 90A, 91 പ്രകാരം ഏതെങ്കിലും അസസീസ്, എനി പേഴ്സൺ എന്നാണ് പറയുന്നത്. സോ ഏതെങ്കിലും അസസീസ് ആ പറയുന്ന രീതിയിൽ എന്ത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, എക്സംഷൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് ഇലക്ട്രോണിക്കലി റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്ന സാധനം എന്തല്ല, മാൻഡേറ്ററി അല്ല. ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാം പറയുന്നത് നോക്കി, ഇൻഡിവിജ്വൽ ഓർ HUF ഓർ എനി അതർ കേസ്. അവിടെ ഇനി പറയുന്നത് നോക്കി, എനി മോഡ് അതർ ദാൻ പേപ്പർ മോഡ്. ദാറ്റ് മീൻസ് ഒരു സ്പെഷ്യൽ കാറ്റഗറിയും കൂടെ പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് എനി അതർ കേസിനകത്ത് വരാം. ഇൻഡിവിജ്വൽ HUF ആണ്,
ഓർത്തിരിക്കണം, were the total income accessible during the previous year of a person being an individual of the age of 80 years or more at any time during the previous year. That means super senior citizen ആയിരിക്കണം, 80 വയസ്സിന് മുകളിലായിരിക്കണം, പ്രീവിയസ് ഇയറിൽ എപ്പോഴെങ്കിലും ആയാൽ മതി. And the second one, whose income does not exceed 5 lakh and no refund is claimed in the return of income. 5 ലക്ഷത്തിന് മുകളിൽ എന്തുണ്ടാവാനും പാടില്ല, ഇൻകം ഉണ്ടാവാനും പാടില്ല. സോ ഓർത്തിരിക്കേണ്ട പോയിന്റ്, 60 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള ഒരു അസസി, 80 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള ഒരു അസസി, അങ്ങേരുടെ ഇൻകം എന്ന് പറയുന്നത് ഏതിന്റെ മുകളിൽ പോകരുത്, 5 ലക്ഷത്തിൽ കൂടുതലാവരുത്, അങ്ങേരുടെ റിട്ടേണിനകത്ത് റീഫണ്ട് ക്ലെയിം ചെയ്യാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ആൻഡ് ഹു ഫർണിഷ് ദ റിട്ടേൺ ഇൻ ഫോം ITR1 ഓർ ഫോം നമ്പർ ITR4. ഏതൊക്കെയായിരുന്നു നമ്മുടെ സഹജും സുഖവും അല്ലേ, 2 ITR ഫോമുകളാണ് പറഞ്ഞത്. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനി ഓഫ് ദ ഗിവൺ മോഡ്, ഏത് മോഡിൽ വേണേലോ, ഇലക്ട്രോണിക് ആവാം, പേപ്പർ മോഡ് ആവാം, എന്ത് വേണേലോ. സോ പറഞ്ഞ എന്താ, 80 വയസ്സിന് മുകളിൽ പ്രായമായിട്ടുള്ള ഒരു അസസി, 5 ലക്ഷം രൂപയിൽ താഴെ മാത്രം ടോട്ടൽ ഇൻകം വരുന്ന ഒരു അസസി, റീഫണ്ട് ക്ലെയിം ചെയ്യാത്തൊരു അസസി, ആ അസസി റിട്ടേൺ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ITR1 ITR4 ആണെങ്കിൽ ആ അസസിക്ക് ഏത് മോഡ് വേണേലും ചൂസ് ചെയ്യാം, ഏത് ഫോമാറ്റ് വേണേലും ചൂസ് ചെയ്യാം, ഇലക്ട്രോണിക്കലി ആവാം, പേപ്പർ ആവാം, എന്ത് വേണേലും ആവാം. ഈ 3 കാറ്റഗറി കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് എനി അതർ കേസാണ്. എനി അതർ കേസ്, അവിടെ നോക്കി, എനി മോഡ് അതർ ദാൻ പേപ്പർ മോഡ്, ഏത് രീതിയിൽ വേണേലും ആവാം, പക്ഷെ അവിടെ ഏത് യൂസ് ചെയ്യാൻ പാടില്ല, പേപ്പർ മോഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പാടില്ല. സോ ഒരിക്കൽ കൂടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കി, ഏതൊക്കെ ഫോർമാറ്റ് ആണെന്നാണ് പറഞ്ഞത്. 4 ഫോർമാറ്റ് ആണ് നമ്മൾ സാധാരണ രീതിയിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യാനുള്ളത്. അതിനകത്ത് ഫസ്റ്റ് കേസ് കമ്പനിയോ, പൊളിറ്റിക്കൽ പാർട്ടിയോ, LLPയോ, ഫേമോ, ഇൻഡിവിജ്വലോ, HFO. ഓക്കെ, ഏതിന് വിധേയമായിട്ടുണ്ടെങ്കിൽ 44AB പ്രകാരം ഓഡിറ്റിംഗ് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. സെക്കൻഡ് വൺ പറഞ്ഞത് ഓർഡിനറി റെസിഡന്റോ അല്ലെങ്കിൽ ഓർഡിനറി HFO ആണ്. അവർ ഈ പറയുന്നത് പോലെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അസറ്റ്, ഇന്ത്യക്ക് പുറത്തൊരു അസറ്റ് ഉണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ എന്തുണ്ടായിരിക്കണം, സൈനിങ് അതോറിറ്റി ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അസസി DTAA എക്സെപ്ഷൻ അണ്ടർ സെക്ഷൻ 90, 90A, 91 ഇത് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോണിക്കലി വിത്ത് ഓർ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ, ഇലക്ട്രോണിക്കലി ആണ്, പക്ഷേ ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് മാൻഡേറ്ററി അല്ല. ആൻഡ് ദ തേർഡ് വൺ ഇൻഡിവിജ്വൽ ഓർ HF. മൂന്ന് കണ്ടീഷൻസാണ് പറഞ്ഞത്. 80 മുകളിൽ പ്രായമുണ്ടായിരിക്കണം, 5 ലക്ഷത്തിന് താഴെ മാത്രം ഇൻകം ഉണ്ടായിരിക്കണം, റീഫണ്ട് ക്ലെയിം ചെയ്യാനും പാടില്ല, ആൻഡ് ITR ഫോം നമ്പർ 1 ഫോം നമ്പർ 4 യൂസ് ചെയ്യണം. അവർക്ക് ഏത് എനി ഓഫ് ദ ഗിവൺ മോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ വേറെ ഏത് അസസി കയറി വന്നാലും അവിടെ എന്ത് ചെയ്യാം, എനി മോഡ് അതർ ദാൻ പേപ്പർ മോഡ്. മനസ്സിലായോ? എനി മോഡ് അതർ ദാൻ പേപ്പർ മോഡ്. ദാറ്റ് മീൻസ് അവിടെ പേപ്പർ മോഡ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഇനി നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തെ കാര്യമാണ്, ഏതാണ് കട്ട് ഓഫ് ഡേറ്റ്സ്. ദാറ്റ് മീൻസ് ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് റിട്ടേൺ ഓഫ് ഇൻകം അണ്ടർ സെക്ഷൻ 139 സബ്സെക്ഷൻ 1. മനസ്സിലായി? ആരൊക്കെയാണെന്ന് പറഞ്ഞു, ഏതൊക്കെ ഫോമാറ്റിലാണ് ഇത് റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി പറയുന്നത് ടൈം ലിമിറ്റ് ആണ്, എപ്പോ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏത് ഡേറ്റിനുള്ളിൽ റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് വൺ, where the assessee is required to furnish a report in Form 3 CEB under Section 92E pertaining to the international transaction. That means return file ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് എന്തെങ്കിലും അസസിക്ക് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കണം Form 3 CEB. മനസ്സിലായി? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന അസസികളാണെങ്കിൽ അവരുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30th November. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉള്ള അസസികളാണെങ്കിൽ അവരുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 30th November. And the second one, where the assessee is a company not having international transaction. Assessee കമ്പനിയാണ്, പക്ഷെ അസസിക്ക് എന്തില്ല, ഈ പറഞ്ഞതുപോലെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കമ്പനിക്ക് വരുന്നത് 30th September. മനസ്സിലായി? ഇനി any other case where accounts of the assees are required to be audited under any law. ഓക്കെ, ഓഡിറ്റ് ചെയ്യണമെങ്കിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ 30th September. And the next one, where the assessee is working partner in a firm and the accounts of the firms are required to be audited under any law. ഓക്കെ, ഇപ്പോൾ സപ്പോസ് അസസി എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ആണ്, ആ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഒരു ഫേമിന്റെ വർക്കിംഗ് പാർട്ണറാണ്, ആ ഫേമിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ വർക്കിംഗ് പാർട്ണറായിട്ട് വരുന്ന അസസി എപ്പോൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി, 30th September എന്നുള്ളതാണ് സബ്മിറ്റ് ചെയ്താൽ മതി. ഇനി വേറെ ഏത് കേസാണെങ്കിലും ഇനി എനി അതർ കേസ് 30th July. മനസ്സിലായി? സോ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 മാസമുണ്ട്. നോർമൽ കേസിനകത്ത് ജൂലൈ 31 മുമ്പ് നമുക്ക് എന്ത് ചെയ്താൽ മതി, റിട്ടേൺ സബ്മിറ്റ് ചെയ്താൽ മതി. മനസ്സിലായി? ഈ ജൂലൈ, പിന്നെ പറഞ്ഞത് ഓഗസ്റ്റ്, സെപ്റ്റംബർ.
4 കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞ 2 ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. സെപ്റ്റംബറിനകത്ത് 3 കേസുകൾ പറയുന്നത് ഏതൊക്കെയായിരുന്നു? കമ്പനി ആവണം, അവർക്ക് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആൻഡ് ദ സെക്കൻഡ് വൺ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന അസസീസ്. ആൻഡ് ദ ലാസ്റ്റ് വൺ വർക്കിംഗ് പാർട്ണർ ഇൻ എ ഫേം, ആ ഫേമിന്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 30th സെപ്റ്റംബർ. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഒക്ടോബർ ഇല്ല, പിന്നെ പറയുന്നത് നവംബറാ, 30th നവംബറാ. എന്തായിരിക്കണം? ഈ പറഞ്ഞിരിക്കുന്ന പോലെ അസസി ഫോം 3CEBയിൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസ് ഉള്ള അസസി ആണെങ്കിൽ അവിടെ ഒരു 2 മാസം കൂടെ നമുക്ക് കിട്ടും. 30th നവംബർ വരെ നമുക്ക് ടൈം ഉണ്ട്. മനസ്സിലായല്ലോ? സോ ഓരോ അസസീസും എപ്പോഴൊക്കെയാണ് അല്ലെങ്കിൽ അസസി റിട്ടേൺ സബ്മിറ്റ് ചെയ്യേണ്ട ഡ്യൂ ഡേറ്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഫീ. Okay, where the person is required to be furnished a return of income under section 139 and fails to do so within the due date, he shall pay a fee. ഡ്യൂ ഡേറ്റിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ പറയുന്നത് പോലെ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അണ്ടർ സെക്ഷൻ 234F പ്രകാരം നോക്കേ, ടോട്ടൽ ഇൻകം ഡസ് നോട്ട് എക്സീഡ് 5 lakh, 1000 രൂപ ഫീസ് അടച്ചാൽ മതി. 5 ലക്ഷത്തിന് താഴെയാണ് ടോട്ടൽ ഇൻകം വരുന്നതെങ്കിൽ ഡ്യൂ ഡേറ്റിന് മുമ്പ് നിങ്ങൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഫീസ് ആയിട്ട് വരുന്നത് സെക്ഷൻ 234F പ്രകാരം ഫീസ് വരുന്നത് 1000 രൂപയാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കിയേ, ടോട്ടൽ ഇൻകം എക്സീഡ് 5 lakhs, 5 ലക്ഷത്തിൽ കൂടുതലാണ്. ഇഫ് ദ റിട്ടേൺ ഈസ് ഫർണിഷ്ഡ് ഓൺ ഓർ ബിഫോർ 31st December ഓഫ് ദ അസസ്മെന്റ് ഇയർ. 5 ലക്ഷത്തിൽ കൂടുതലാണ്, പക്ഷേ റിട്ടേൺ നിങ്ങൾ എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തിരിക്കണേ? ഈ വർഷം അസസ്മെന്റ് ഇയർ 31st Decemberനുള്ളിൽ. ഓക്കെ, അതായത് ജൂലൈയിലോ സെപ്റ്റംബറിലോ നവംബറിലോ സബ്മിറ്റ് ചെയ്യേണ്ട സാധനം അപ്പോഴൊന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴാണ്? ഈ ഡിസംബറിന് മുമ്പാണെങ്കിൽ അവിടെ ഫീസ് വരുന്നത് 5,000. ഇൻ എനി അതർ കേസ് 10,000 rupees നമുക്ക് ഫീസ് വരും. മനസ്സിലായോ? സോ ഓരോരുത്തരും അല്ലെങ്കിൽ ആരൊക്കെയാണെന്ന് പറഞ്ഞു, ഏത് ഫോർമാറ്റിലാണെന്ന് ഡിസ്കസ് ചെയ്തു, എപ്പോഴാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ് എന്ന് മനസ്സിലാക്കി, പിന്നെ പറഞ്ഞത് ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു എമൗണ്ട് ഓർത്ത് വെച്ചാൽ മതി, 5 lakh എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാറ്റ് മീൻസ് 5 ലക്ഷത്തിന് താഴെയാണെങ്കിൽ 1000 രൂപ അടച്ചാൽ മതി. 5 ലക്ഷത്തിൽ കൂടുതലാണ്, പക്ഷേ ഡിസംബർ 31 മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. ഡ്യൂ ഡേറ്റിന് മുമ്പല്ല, ഡിസംബർ 31 മുമ്പ് നമ്മൾ റിട്ടേൺ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ 5000 രൂപ അടച്ചാൽ മതി. ഇനി ഡിസംബർ 31 മുമ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സബ്മിറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് ഫീസ് മാത്രമായിട്ട് എത്ര വരും? 10,000 rupees വരും. മനസ്സിലായി? ഇത്രയും പറഞ്ഞതാണ് റിട്ടേണുമായിട്ട് ബന്ധപ്പെടുത്തി വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി പഠിക്കേണ്ടത് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഒരു 26AS സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, ഫസ്റ്റ് വൺ. പിന്നെ ബിലേറ്റഡ് റിട്ടേൺ, റിവൈസ്ഡ് റിട്ടേൺ, ഡിഫക്റ്റീവ് റിട്ടേൺസ്. ദാറ്റ് മീൻസ് ഈ റിട്ടേണിൻ്റെ തന്നെ വേറെ കുറച്ച് ക്ലാസിഫിക്കേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ബൈ.